നിവേദുട്ടാ എന്തോ കിടിലൻ പെർഫോമൻസ് ആയിരുന്നടാ. ഡാൻസ്, ആറ്റിറ്റ്യൂഡ്. ആദ്യം അങ്ങനെ പോയപ്പോ കുറച്ച് ടെൻഷനായാ? ഇല്ല, അവിടെ കൊറേ പ്രാക്ടീസ് ചെയ്ത് നോക്കി. പ്രാക്ടീസ് ചെയ്ത്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ചേച്ചി, എന്റെ ഋത്തിക് റോഷനെ കലക്കി. താങ്ക് യു മാം. എനിക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് നിന്നില്ല ഒരു സംഭവം. അതവിടെ ചെന്ന് നിന്നു. എന്ത് ക്യൂട്ടാറ്. ഞാൻ അന്ന് വന്നപ്പോഴേ പറയാം ഇങ്ങനെ നിവേദന കാണുമ്പോഴാണ്. അതെ, അയ്യോ സൂപ്പർ ആയിരുന്നു മോനെ. താങ്ക് യു മാം. ഗംഭീരം. ആ ഡ്രസ്സിങ്ങും എല്ലാം ശരിക്കും ആ കാലഘട്ടത്തിലേക്ക് പോയി. ഞാൻ ആ സമയത്ത് സ്കൂളിൽ പഠിക്കുക. ആ സ്റ്റെപ്പും സ്ഥിരം സ്കൂളിലുള്ള അത് വന്നതോടെ ഋത്തിക് റോഷൻ എല്ലാവരുടെയും ഒരു ഹാർട്ട് ത്രോബായി മാറിയത് ആ സമയത്ത്. ക്രഷ് അതിവിടെ റീക്രിയേറ്റ് ചെയ്തു. ഒരു ഭാവിയിലെ ഋത്തിക് റോഷൻ ആണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? വേണമെങ്കിൽ എന്താ നീ ആയിക്കോടാ. ഫാൻസ് കുറെ ഉണ്ടോ സ്കൂളില് അല്ലേ? വലിപ്പില്ലാത്ത ഋത്തിക് റോഷൻ. വലിപ്പില്ലാത്ത ഇപ്പൊ ഈ പ്രായല്ലേ, ഇത്ര വലിപ്പല്ലേ ഉണ്ടാവോ അല്ലേ? സ്കൂളില് കൊറേ ഫാൻസ് ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ ഏതൊക്കെയോ പെൺപിള്ളേര് വന്നു സംസാരിച്ചു. എനിക്ക് ആരെയും മൈൻഡില്ല. കോഴിക്കോട് ഋത്തിക് റോഷൻ. അല്ല ഏതൊക്കെയോ കുട്ടികൾ വന്ന് സംസാരിച്ചു. എനിക്ക് ഇഷ്ടമായില്ല. സംസാരിച്ചല്ല, ഫാൻസ് ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്. ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വരുമോ അവര്? എന്റെ ഫ്രണ്ട് ആക്കോ? ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടോ? എന്താ അവര് വന്നിട്ട് പറയുന്നേ നിവേദോട്ടന്റെ അടുത്ത്? ഇങ്ങനത്തെ ക്ലാസിക്കൽ സോങ്സ് ഒന്നും കേൾക്കൂല അവര്. ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കണം, എന്നാലേ വരും. ഓ, എന്നാലേ വരൂ. എങ്ങോട്ട് തള്ളായിരിക്കുമല്ലോ വീട്ടില്. വീട്ടിൽ വരും. അപ്പൊ ഇനി ഈ എപ്പിസോഡ് ഇറങ്ങി കഴിയുമ്പോ വരും. മോനെ, അതിന്റെ കൂടുതൽ ഇവർക്ക് അറിയാതാ, കോളേജിലുള്ള ആൾക്കാരാ. ഇവർക്ക് അറിയാം ഏത് പാട്ട് പാടിയാലാണ് ആൾക്കാരെ കൈയെടുക്കാൻ പറ്റുക. ചേട്ടന്മാരൊക്കെ ചിരിക്കണുണ്ടോ? ചേട്ടന്മാരുടെ മുഖത്ത് നല്ലൊരു ചിരി. ചേച്ചിമാരും ചിരിക്കുന്നുണ്ട്. ഏതോ ഓർമ്മകളിലേക്കൊക്കെ പോയാണോ? കോളേജ് ഓർമ്മകൾ, സ്കൂൾ ഓർമ്മ. എങ്ങനെയാ മോൻ പാടിയ സ്ഥലം പാടിയില്ലേ? ഇഷ്ടപ്പെട്ടോ? ഭയങ്കര പെർഫോമൻസ്. ഇതിന് ഹിന്ദിയൊക്കെ സാധാരണ നമ്മൾ ഒരുപാട് കറക്റ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് ചിന്തിക്കും. പക്ഷെ അത് അസലായിട്ട് പാടി. താങ്ക് യു മാം. ചില വാക്കുകൾ മാത്രം അതൊന്ന് മോനത് പഠിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഖാസ്, പിന്നെ ഝോക്ക, ധോക്ക, ബുജി, ഹോഠോ. അപ്പൊ ആ വാക്കുകൾ കുറച്ചുകൂടെ ഒന്ന് കേട്ട് പഠിച്ചാൽ അത് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമാണ്, അത് പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വരികൾ, കാരണം ഒരു ഭാഷ നമ്മൾ പാടുമ്പോൾ ആ ഭാഷയുടെ ആ ഭംഗിയോടുകൂടി നമ്മളത് പെർഫോം ചെയ്യുന്നതാണ് ആ ഭാഷക്കാർക്ക് ഇഷ്ടം. നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ പാടുമ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് എല്ലാവരും പൊതുവെ പറയുന്ന മലയാളികൾക്ക് ഹിന്ദി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യം പറഞ്ഞിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മുടെ ആൾക്കാർ ഒരു കളിയാക്കൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിൽ. അപ്പം അത് നമുക്കൊന്ന് മാറ്റണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഇത് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് പറ്റാത്തതുകൊണ്ടല്ല, നമ്മൾ അതിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ്. മോൻ ഇന്ന് ഗംഭീരമായിട്ട് പാടി. ഹിന്ദി എല്ലാം അതിലെ വാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, എല്ലാം മനോഹരമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രം അത് കുറച്ചുകൂടെ നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ബ്യൂട്ടിഫുൾ. ലക്കി അലി എന്ന് പറഞ്ഞ സിംഗർ, ഒരു തരംഗമായിരുന്നു അദ്ദേഹം ആ സമയത്ത്. അദ്ദേഹത്തിന്റെ ഒരു ഫീലില്ലേ, കിഡിലാക്കി മോനെ. അത് ഒപ്പിയെടുത്ത് അതുപോലെ. ഞാൻ ആദ്യം വിചാരിച്ചു വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യോ, പക്ഷെ എല്ലാം ഡാൻസിന്റെ ഇടയിൽ എല്ലാം കൊണ്ടും മനോഹരമായി. അത് എനിക്ക് തോന്നി എന്താ അറിയോ പറു, ഈ പാട്ടൊന്നും പാടുന്നതിനേക്കാളും ആദ്യം ഇങ്ങനെ പോയില്ലേ, ഒരു സാധനം ഇങ്ങനെ പോയില്ലേ, അതാണ് അവന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തോണ്ടെന്ന്. ആണോ യാത്ര ചെയ്യുന്നത്? യാത്ര, അതിലൂടെ ഇങ്ങനെ ഒരു യാത്ര പോയി. അതങ്ങ് നിന്നപ്പോ അവനൊന്നും പെട്ടെന്ന് ഒരു ചെറിയ ഡൗട്ട് വന്നു, നമ്മുടെ സ്റ്റോപ്പിംഗ് ആയോ ഒന്ന്. പക്ഷെ കൊള്ളാം. എടാ നമ്മുടെ മാസ്റ്റർ ആണോ? ഷാഹുലേട്ടനാണല്ലേ? അതെ. പിന്നെ ഈ കോസ്റ്റ്യൂമോ? എന്റെ അമ്മേന്റെ ഫ്രണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, എല്ലാം സെറ്റ് ചെയ്തു. എല്ലാം ഷൂ അച്ഛൻ ഓൺലൈനിൽ വാങ്ങിച്ചു. ലൈറ്റ് കത്തുന്ന ഷൂ. ബെൽറ്റ് ഇവിടുന്ന സത്യസന്ധമായിട്ടേ പറയുള്ളൂ. ബെൽറ്റ് ഇവിടുന്ന ഷൂ ഓൺലൈനാ. ഇത് ഞങ്ങൾ സെറ്റ് ആക്കിയത്. അയ്യോടാ സൂപ്പർ മോനെ, ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. മനോജേട്ടാ, നിവേദുട്ടന്റെ പാട്ടും ഡാൻസും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? നിവേദുട്ടാ എന്തോ അസലായി. താങ്ക് യു സാർ. എന്താ ഈ പാട്ട്
പാട്ട് പാടലും മാത്രമല്ല, ഇതിനിടയ്ക്ക് കൂടെ അസലായിട്ട് ഡാൻസ് ചെയ്യുന്നു, ഇതിനിടയ്ക്ക് ചില ആക്ടിവിറ്റീസ് ഇവിടെ വന്നിട്ട് ആ സാധനം പൊട്ടിക്കുന്നു. ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കോൺസെൻട്രേഷൻ പോയില്ലേ. അപ്പൊ അതിനെയൊക്കെ കവറപ്പ് ചെയ്ത് മോൻ തകർത്തു കേട്ടോ. താങ്ക് യു സാർ. ഋത്തിക് റോഷന്റെ പടങ്ങൾ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണം കേട്ടോ. എന്ത് സുന്ദരനായ ഒരു മനുഷ്യനറിയോ. എനിക്ക് ഇന്ത്യൻ മൂവി സ്റ്റാർസിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരാള് വേറെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. അത്രയധികം ഹാൻസം ആയിട്ടുള്ള ഋത്തിക് റോഷൻ. അപ്പൊ ആ പാട്ടാണ് മോൻ ചൂസ് ചെയ്തത്. അപ്പൊ ഋത്തിക് റോഷന്റെ പാട്ട് ഋത്തിക് റോഷനായിട്ട് നല്ല വൃത്തിയായിട്ട് പാടി. ഇത് ഋത്തിക് റോഷനാണ് വൃത്തിയായിട്ട് പാടിയുണ്ട് കേട്ടോ. മോൻ ഏത് ക്ലാസ്സിലെത്തി? ഞാൻ 8. ഏത് സ്കൂളിലാണ്? എവിടെയാണ്? കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ. ആ സ്കൂളിൽ ഞാൻ വന്നിട്ടുണ്ടല്ലോ, എന്തോ ഒരു ഫംഗ്ഷന് കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നു. അപ്പൊ വന്നിട്ടുണ്ട് മോനെ അവിടെ. ആ പേര് CBSE ആയതുകൊണ്ട് അണ്ണാച്ചി അവിടെ കയറി കൂടെ. ചോദ്യം സ്റ്റേറ്റും ഉണ്ട്, താഴെ സ്റ്റേറ്റും ഉണ്ട്. എവിടെയാ വന്നേന്നായിരിക്കും. അങ്ങനെയാണ് മോനെ. തെറ്റിദ്ധരിക്കല്ലേ ഞങ്ങളെ. ക്ഷമിക്കും മക്കളെ. അസലായി മോനെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ബൈ. മനോജേട്ടാ, ഒരു നോർമൽ ഒരു സീൻ അഭിനയിക്കുന്നതും പാട്ട് വെച്ചിട്ട് ആ ഒരു സീൻ അഭിനയിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ? അല്ല, പാട്ട് നമുക്ക് ഇപ്പൊ പേഴ്സണലി എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളായുണ്ട്. പാട്ട് സീൻ വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ്. ചില ആൾക്കാർക്കുണ്ട്. ഞാൻ പരിചയപ്പെട്ട മഹാരഥന്മാരായ ചില ആക്ടേഴ്സിന്റെ കാര്യം പറയാം. മധു സാറിന് പാട്ട് പാടി അഭിനയിക്കുന്നത് ഇഷ്ടമല്ല. ഒരു ബോറും പരിപാടിയാ എന്ന് പറയും. കറക്റ്റോ? എവിടെ കറക്റ്റ്? ചുമ്മാ പറഞ്ഞല്ലേ. സുഖവേട്ടൻ, നമ്മുടെ പൃഥ്വിരാജിന്റെ അച്ഛൻ സുഖവേട്ടൻ പറയും, എനിക്ക് ഈ പാട്ടെന്ന് പറയുന്നത് ഭയങ്കര ബോറൻ പരിപാടിയാണ് എന്ന് പറയാറുണ്ട് സുഖവേട്ടൻ. അതുപോലെ പിന്നെ ഉണ്ടൊരു മുരളിയേട്ടന്. ഇവരൊക്കെ ഭയങ്കര ഉഗ്രൻ ആക്ടേഴ്സ് അല്ല. ഇവർക്കൊന്നും പാട്ടിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ നസീർ സാറ് പറയണ്ടല്ലോ, അദ്ദേഹം പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരുപാട് നല്ല പാട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങേറ്റത്ത് വരുമ്പോഴത്തേക്കും ഞാൻ സിനിമയിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സ്വപ്നം നല്ല പാട്ടുകളൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ആക്ടർ ആവണേ ദൈവമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷെ പാട്ട് പാടി അഭിനയിക്കുന്നത് അത്ര എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എനിക്ക് അത്ര പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ അഭിനയം മറ്റേ ക്യാരക്ടറിലേക്ക് കടന്ന് സീൻസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ടഫായിട്ട് നമുക്ക് തോന്നുന്നത്. ഈസിയല്ല, പലർക്കും അത്ര ഈസി അല്ലാത്ത കാര്യമാണ്. മമ്മൂക്കായ്ക്ക് പറഞ്ഞ പോലെ വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞു പുള്ളി. ഇപ്പൊ കുട്ടനാടൻ കായലിൽ നിന്നുള്ള പാട്ടൊക്കെ എടുക്കുമ്പോ അതിൽ ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ഇടയ്ക്ക് ഇതുപോലെ ഡാൻസ് ചെറിയൊരു സ്റ്റെപ്പൊക്കെ അത് നിങ്ങൾ ചെയ്താൽ മതി, ഞാനങ്ങ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചില മുഖ ബ്ലസ്സി പറഞ്ഞു, എന്തെങ്കിലും ഒരു ചെറിയ സാധനം, എന്തെങ്കിലും ഒരു ഡപ്പാങ്കൂത്ത് പോലെ ചെയ്യാം. എന്നാ ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് ആണ് അതിന്റെ ഇടയ്ക്കത്തെ ആ ഒരു സാധനമൊക്കെ ഇല്ലേ കുട്ടനാടൻ കായലിൽ അറിയാമല്ലോ. അപ്പം മമ്മൂക്കായ്ക്കും പൊതുവെ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ ആക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിശയമാണ് അവരെ കാണുമ്പോൾ തോന്നുന്നത്, ഇവർക്ക് എന്തുകൊണ്ട് പാട്ട് പാടി അഭിനയിക്കുന്ന ഇഷ്ടമല്ല. ആർട്ടിഫിഷ്യലാന്ന് പറയുന്നത്. ഒരു സിനിമയ്ക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് പാട്ട്. പിന്നെ ആളുകൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. മനോജേട്ടാ, അതുപോലെ അന്തിക്കടപ്പുറത്ത് ആ ഒരു സോങ് ഇതുപോലെ തന്നെ പാടി വല്ല ഡാൻസ് ഒക്കെ കളിച്ച് ചെയ്യേണ്ട ഒരു സോങ് ആയിരുന്നല്ലോ. അതൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഭയങ്കര ടഫല്ലേ. കാരണം അതിനകത്തെ അടുക്ക വരികളില്ലേ, കൈതപ്രവണാച്ചിയുടെ വരികളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ അസാധ്യമായിട്ട് ആ ഒരു ജോണറിൽപ്പെട്ട പാട്ട് അദ്ദേഹം അധികം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ജോൺസൺ മാഷിൻ്റെ ആയിരുന്നു. എം ജി ശ്രീകുമാറും ജോളി ഇബ്രാഹിം ചേർന്നൂടെയാണ് പാടിയത്. എൻ്റെ വരികൾ ഭയങ്കര ടഫാണ്. അതൊന്ന് വായിൽ വരണ്ടേ. താരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലയും കുട്ടികൾ അക്കരമുത്ത് കണക്കൊരു കൊച്ചുകിടാത്തിന് തുച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില കൂട്ടുന്ന താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലറി തരികട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്കം മണപ്പുറം ആകെ തരികട മൃതത്തൈ. താരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലറി തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം. അപ്പൊ അങ്ങനെ ഇതൊന്ന് പാടി ഇത് അഭിനയിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ഡാൻസ് ചെയ്ത് വരണ്ടേ. വരി തെറ്റാനും പാടില്ല. ഒരക്ഷരം മാറിപ്പോയ പോയി. ഒന്ന് രണ്ട് ടേക്ക് പോയി. പിന്നെ റിഹേഴ്സൽ 1-2 റിഹേഴ്സൽ ഞാൻ തളർന്നു വീണു. കടലിന്റെ തീരത്ത് തളർന്നു വീണു. എന്നെ എടുത്തോണ്ട് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത്രയും കാലം ഒരുപാട് സ്ട്രെയിനാണ്. അത് ഒറ്റ ഈ ഭരതനാണ്ട് ഒരു സിംഗിൾ ഷോട്ടിലൊക്കെ എടുത്തു കളയും. അല്ല ഈ കട്ട് ഷോട്ടും പരിപാടിയൊന്നും പുള്ളിക്കില്ല. റിയലിസ്റ്റിക്. ഒരാൾ അങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ മൊത്തം ആ താളവട്ടം മുഴുവൻ ഡാൻസ് ചെയ്യണം. ഈ വരികൾ കഴിഞ്ഞൊരു വലിയ താളവട്ടമുണ്ട്, അത് മുഴുവൻ പെർഫോം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് വലിയൊരു ഓർമ്മയാണ്. അതൊക്കെ അത്രയും ലെജൻഡറി ആയിട്ടുള്ള സംവിധായകരോട് വർക്ക് ചെയ്തു. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓർമ്മിപ്പിച്ചതിന് നന്ദി. താങ്ക് യു.
താങ്ക് യു മനോജ് ചേട്ടാ, എന്നാൽ അടിപൊളിയായിരുന്നു. താങ്ക് യു. ഓക്കെ ശരത് സാർ, ഈ കൊച്ചിന്റെ കാര്യം മറന്നു ഋതിക് റോഷൻ നമ്മള് നമ്മുടെ നാക്കളി മൂക്ക് കോഴിക്കോട് വേറെ ഋതിക് റോഷൻ നിക്കാ. ഋത്തിക് എന്തോ കലക്കിടാ നീ. താങ്ക് യു സാർ. നിന്നെ കാണാനൊരു മൂക്കപ്പൊടി ഡപ്പിയുടെ അത്ര ഉള്ളെങ്കിലും നീ ഒരു ഐറ്റമാണ്, ഒരു ഡൈനാമൈറ്റ് ആണ് നീ. തകർന്നു Thank you, മക്കളെ, സൂപ്പർ സൂപ്പറായിരുന്നു. താങ്ക് യു സാർ. അല്ല ഞാനിത് എടുത്തപ്പോൾ മോൻ്റെ ഈ ശബ്ദം ഇപ്പോൾ ഈ ശബ്ദം മാറുന്നതിൻ്റെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് പിന്നെ ഈ മേളിലൊക്കെ എങ്ങനെ പാടി ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ഒന്നാമത് അതേ എങ്ങനെ കീറി വലിച്ച് പാടി വെച്ചേക്കുന്ന ഒരു പാട്ടുമാണ്. അപ്പൊ ഇല്ല ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാ കേക്കട്ടെ. ആ പേടിച്ചോ? നീ എന്തിനാ പേടിക്കുന്നത്? പറഞ്ഞ പാടിയത് ലക്കി അലി സാർ. ലക്കിയോ? ലക്കി അലി സാർ. പിന്നെ മ്യൂസിക് രാജേഷ് റോഷൻ സാർ. പിന്നെ ലിറിക്സ് വിജയ് അക്കേല സാർ. പിന്നെ സിനിമ കഹോന പ്യാർ ഹെ. കൊള്ളാം കൊള്ളാം മക്കളെ. അപ്പൊ മോൻ നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആദ്യം ഈ ആകെ എനിക്ക് തോന്നിയത് മേരെ ആ കോറസിന്റെ കൂടെ വരുന്നില്ലേ, അത് മോൻ ആ ഷഡ്ജം മേളി പാടുമ്പോൾ അത് കൃത്യമായിട്ട് ചേരണം അവിടെ. കാരണം അവർ ചേരാത്ത ഒരു നോട്ടിന് നീ എങ്ങാണ്ട് അവിടെ പാടുന്ന ആ സമയത്ത്. അപ്പൊ അത് നമ്മൾ കുറച്ച് പെർഫെക്റ്റ് ആവണം. അത് മാത്രം പിന്നെ ശരിയായി. അത് മാത്രം നോക്കിക്കൊള്ളുക കേട്ടോ. ഓക്കെ സാർ. പിന്നെ എനിക്കൊരൊറ്റ ചോദ്യമുണ്ട്. നീ ആ കണ്ണാടി ഊരി എറിഞ്ഞത് കൃത്യമായിട്ട് ആ വക്ക് വരെ എങ്ങനെ എറിഞ്ഞു? അത് ഞാൻ പുറത്ത് വീഴുമെന്ന് വിചാരിച്ചാൽ വീണില്ല. അത് പ്രാക്ടീസ് ചെയ്തായിരുന്നു അതിന്? അതവിടെ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ വക്ക് വീഴാണ്ടൊക്കെ ഒരു സാധനം. അപ്പൊ ഒരു സാധനവും ഇല്ല അവിടെ. അത് വെറും തോന്നലാ മോനെ. അത് വെറും മരിപ്പച്ചയാണ് നിനക്ക് തോന്നുന്നത്. അത് എങ്ങനെ അവിടെ വന്ന് നിന്നു? ഞാൻ ഞെട്ടി. ഉന്നമെച്ചങ്ങാട് എറിഞ്ഞു നിൽക്കാം. അസാധ്യം മോനെ. എനിക്ക് അവസാനത്തത് മാത്രം സിങ്ക് ആയില്ല അത് നിർത്തിയത്. ഈ ചിം കുക്ക് അത് സെപ്പറേറ്റ് ആയിപ്പോയി. അത് നമുക്ക് കൃത്യമായിട്ട് ആക്കിയാലോ? ഇല്ല എടാ അനൂഫേ, ഉറങ്ങുവാണോ? എടാ നിന്റെ ആയുധം. കളിക്ക്. ഇപ്പൊ കറക്റ്റ്. മറ്റേ ഒരു അത് കരാട്ടയുടെ സ്റ്റെപ്പ് പോലെ അതും കുഴപ്പമില്ല. എന്നാ പിന്നെ ഹുക്ക് നൂടെ ആക്കാത്ത എന്തായാലും ഒരു കരാട്ടെ ഫീല് കിട്ടിയാൽ എന്തൊക്കെയാലും തകർത്തു നീ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഓക്കെ അപ്പൊ ഇനി മാർക്സ്. ശരത് സർ, യെസ്. കോഴിക്കോട് ഋതിക് റോഷൻ എത്ര മാർക്ക് കൊടുക്കും? ചക്രേ, എന്തോ നമ്മുടെ ഇവിടുത്തെ മൈക്കിൾ ജാക്സണാ. മോനെ നിനക്ക് ഞാനൊരു 8.6 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി? മോന് 8.7. ഓ താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. മനോജേട്ടാ? 9. ഓക്കെ ഇതാ പിടിച്ചോ. ഓക്കെ ടോട്ടൽ 17.3. ഓക്കെ ഓക്കെ.